കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Aquastar rain water pipes. മറ്റെല്ലാം ചുമ്മാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ സ്ഥലം ഏതാ? ഞാൻ എവിടെ നിൽക്കുന്നു അവിടാണ് പോസിറ്റീവ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുടെ നാട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മുകളെ കൊണ്ടൊന്ന് കറങ്ങിട്ട് വരാം. മിനി കൂപ്പർ ആണ്. എന്നാ നമ്മുടെ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് ഇടണമെന്ന് പറഞ്ഞാൽ അനിയമിതിന്റെ അതെന്താ? നല്ല തള്ള, ഈ വണ്ടിക്ക് നല്ല പുള്ള, കാല് കൊടുത്താ പറക്കും. മിഥുനും കഥ പറഞ്ഞാ പറക്കും. ഇവര് തമ്മിൽ പ്രേമമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. എന്റെ പെണ്ണുമ്പിള്ളെ വളച്ചോണ്ട് വല്ലാൻ പോനാ പരിപാടിയെങ്കിൽ അതെന്റെ വിളിക്ക്. ഈ കേരളത്തിലുള്ള ഏറ്റവും മുതു ഊളകളെ 20 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അതിൽ നിന്നും ഏറ്റവും വലിയ ഊളയെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്നാ. എപ്പോഴത്തെ സീസണല്ല, നമ്മളെ സീസണുണ്ട്. പലതിനും അതിനെല്ലാം അടിച്ചു വിറ്റായിരുന്നു ഇവിടെ. അല്ല ഞാൻ മറന്നോ നീ? ഓരോ പോയതല്ല. ഇതെന്തോന്ന് ചോദിച്ചില്ലല്ലോ. അല്ല, പയ്യാതാകുമ്പോ കക്കൂസി ഇരുന്ന് കുളിക്കാവുള്ളതാ. കണ്ടിട്ട് ആദ്യം ടോയ്ലറ്റിനകത്ത് മനെ ഇരുന്ന് കുളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. സേവി ഇപ്പൊ പിന്നെ സഹായിക്കേണ്ട കാര്യമില്ല. പാത്രം കഴുകാൻ വേണ്ടിട്ട് ഡിഷ് വാഷർ, ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് റോബോട്ട്, ബാക്കി പണിയെടുക്കാൻ വേണ്ടിട്ട് മാരാര്. ഇപ്പൊ ഇവക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പണിയില്ല. ഇവളിപ്പം വലിയ കൊച്ചമ്മയാ. കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ ഓപ്പൺ കിച്ചൺ ആയിരുന്നോ താല്പര്യം ആദ്യം തന്നെ? ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. ഫുൾ ടൈം അഖിലേട്ടനെ ഞാൻ ഇവിടെ കാണുമ്പോ തൊട്ട് ഈ ഒരു റൂമിനകത്ത് വെട്ടിയിട്ട ചക്ക പോലെ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. പൊസിഷൻ ഇതാണ്. ലക്ഷ്മി വെള്ളം കള്ളത്തരം പറഞ്ഞ കേട്ടോ, അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. എന്റെ ഒരിക്കൽ പാരാത്രിക്ക് എന്നെ വിളിച്ചു പറയുന്നു, മോള് കരയില്ല. ഓ, ഇതാണ് ഷെഡ്. കുറച്ചു കാലം ഞാൻ താമസിച്ചവിടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെറീന ജോൺസൺ. ഞെട്ടിയോ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം? ഇന്ന് ബിഹൈൻഡ് വുഡ്സ് എന്നെ വിളിച്ചേക്കുന്നത് ഒരു ഹോം ടൂറിനാണ്. ആരുടെ ഹോം ടൂറാ? എൻ്റെ അല്ല. ഏതായാലും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുടെ നാട്ടിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു യാത്രയിലൂടെ നിങ്ങളെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഐ എം വെയിറ്റിംഗ് ഫോർ സംവൺ. എവിടെയാണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് ഞാൻ കുറച്ച് നേരമായി. ഹിന്റ് വേണോ? വേണ്ടല്ലേ, കണ്ടറിയാം. ആ, പച്ച വണ്ടിയിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. എത്ര നേരമായി കിടന്ന് വെയിറ്റ് ചെയ്യുന്നു. ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കല്ലേ, അപ്പം പതുക്കെയൊക്കെ വരാനേ പറ്റി. പോണ്ടേ? ആ, പോളം. അപ്പൊ ഇവിടെ കൊണ്ടൊന്ന് കറങ്ങിട്ട് വരാം. അഖിലേട്ടൻ ഇത്രയും നാളായിട്ട് മിനി എടുത്തിട്ട് എനിക്ക് എന്താ ഓടിക്കാൻ തരാൻ? എന്റെ അടുത്ത് ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ ഓടിക്കടിന്ന്. മിനി കൂപ്പർ എടുക്കുന്നവരുടെ പ്രത്യേകതയുണ്ട്. അവരാ വണ്ടി ആർക്കും കൊടുക്കത്തില്ല. എന്നിട്ട് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ വണ്ടിയാണെന്നാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ സ്വകാര്യതയിലേക്ക് നീ കടന്നു കയറാ. അയ്യോ, അങ്ങനല്ല. ചേച്ചി എന്നോടാ പറഞ്ഞത് നീ ഓടിക്കടി. അവളങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. അവള് നിന്നോട് പറഞ്ഞല്ലേ നമുക്ക് നാളെ അങ്ങോട്ടല്ലേ ഞാൻ ശരിയായി കൊടുക്കുന്നു. അയ്യോ വേണ്ട. സപ്പോസ് ഇത് മിനി കൂപ്പർ അല്ല, മിനി കൂപ്പർ ആണ്. എന്നാ ഒരാളുടെ പേരിടണം. നമ്മുടെ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ പേരിടണം എന്ന് പറഞ്ഞാൽ ആരുടെ പേരിടും? അനിയമിതിന്റെ. അതെന്താ? നല്ല തള്ള, ഈ വണ്ടിക്ക് നല്ല പുള്ള, കാല് കൊടുത്താ പറക്കും. മിഥുനും കഥ പറഞ്ഞാ പറക്കും. മിഥുൻ കഥ പറഞ്ഞാലും മിനി കൂപ്പർ കാല് കൊടുത്താലും നല്ല എയറിലായിരിക്കും. ഈ കൂപ്പർ കനാലിൽ പോവായിരുന്നു. പോയാലും ഞാൻ പോരുന്നു. വാ, വീട് കാണിച്ചു തരാം. വീട് കാണിക്കാന്ന് പറഞ്ഞിട്ട് വയലും ഇത്രയും ചൂടും മനുഷ്യൻ നടക്കാനും പറ്റുന്നില്ല. വയലും ചൂടും പ്രകൃതിയും ഒക്കെ നിറഞ്ഞ വീട്ടിലേക്കാ പോകുന്നത്. നീ നടങ്ങ. അല്ല, ഇതിലേതാ വീട്? ഒരു 10-15 വീട്ടിൽ താമസിച്ചിട്ടുണ്ടല്ലോ. അതെ, എണ്ണം വെച്ച് നോക്കിയാ
എണ്ണം വെച്ച് നോക്കിയാൽ 10 കാണും. ആ 10 നിന്ന് പുതിയ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ ബിഗ് ബോസിൽ കംപ്ലീറ്റ് എണ്ണത്തെ വിളിച്ചിട്ട് നമ്മളെ പുതിയ വീട് കാണിച്ചു തന്നെയല്ലേ. ഓഫ് കോഴ്സ്. അന്ന് നല്ല കാറ്റുണ്ട്. ആ ഇപ്പൊ ഈ സ്ഥലത്ത് ഇനി വല്ല കഥയുണ്ടോ പറയാൻ? അല്ല ഈ സ്ഥലത്ത് കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ നീ മറ്റേ ദുബായിക്കാരി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിനക്ക് നമ്മുടെ നാട്ടിലൊന്ന് വയലും ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നൊസ്റ്റാൾജി അടിക്കും. ഞാൻ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് ഇവിടേക്ക് ഒന്ന് കറങ്ങി. ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ചാനലുകാരൊക്കെ കവർ ചെയ്താൽ ഇവർ കവർ ചെയ്തോ എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഈ സാധാരണ ഞാൻ പറയും എനിക്ക് ഈ പൊതുവേ നമ്മൾ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ സ്വന്തമായിട്ടൊരു വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഒരു ശതമാനം പോലും ചെയ്യുമെന്ന് വിചാരിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ എന്താ ബിഹൈൻഡ് ബുക്സിൻ്റെ ടൂർ പരിപാടിയിൽ കുറേ ടൂർ പോകാതെ ഞാൻ പറഞ്ഞു. നമുക്കൊരു ടൂറായിട്ട് തന്നെ പോകാൻ ഞാൻ പറഞ്ഞു പാടി. അപ്പം യഥാർത്ഥത്തിൽ നേരെ വീട്ടിൽ കയറാനുള്ളതിന് എന്നെ എവിടൊക്കെയോ ചുറ്റിച്ച് കൊണ്ടുവന്നോണ്ടിരിക്കുവാണേ. ഇത് ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നത്. കാരണം കുട്ടിയത്ത് നമ്മൾ താമസിച്ചതെല്ലാം വാടക വീടുകളിലായിരുന്നു. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ സ്വന്തം എന്ന് പറയാം അത് അമ്മയുടെ ആങ്ങളയുടെ എൻ്റെ മാമൻ്റെ ഓഹരിയായിരുന്നു വന്നത്. അമ്മണിയമ്മ വരൂ. അപ്പോൾ അമ്മണിയമ്മയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് സൂചിപ്പിക്കാതെ മറിയിച്ചിട്ട് പറയും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അമ്മേ? ആ നീ അച്ഛൻ ഇവരെയൊക്കെ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമല്ല. മറ്റേ നമ്മളെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് എപ്പിസോഡിക്കൽ കഥകളൊക്കെ അറിയാം. അനിയന്റെ ഭാര്യയും കുട്ടികളും ഒക്കെയാണ്. ഇവരൊക്കെയാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. ആ പിന്നെ കുറച്ചല്ല അതിനകത്തായിരുന്നു. ഇതിനൊരു കഥ പറയാണ്ട്. അതാണ് കേട്ടേ സെറീനെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷെഡിലായിരുന്നു പറഞ്ഞ ഈ ഷെഡ്. ഓ ഇതാണ് ആ ഷെഡ്. കുറച്ചു കാലം ഞാൻ താമസിച്ചപ്പോഴായിരുന്നു. ഓ വണ്ടർഫുൾ. ഞാൻ ഒറ്റക്കം കള്ളത്തരം പറഞ്ഞ കേട്ടോ. അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. എന്റെ കോവിഡ് വന്ന സമയം മൊത്തം ഞാൻ ഇവിടെ അല്ലായിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനായിരിക്കും. അതെ അതെ, ഞങ്ങൾ ക്വാറന്റൈൻ വീടായിരുന്നു. കോവിഡ് കാലം. അച്ഛൻ സത്യം പറയുന്നത്. ഞാനത് ചോദിച്ചു. അഖിലേട്ടാ ഇതോ ആ ഫോട്ടോ. അത് ഉമ്മൻചാണ്ടി സാറ്. ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും കഥ പറയാനുണ്ടോ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ. ആദ്യം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറോടുള്ള കഥയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ അമ്മയുടെ നാടാണ്, അമ്മയുടെ വീടാണ്. ഇവിടെ തന്നെ ആയിരുന്നു ഇവരെല്ലാം കുടുംബമായിട്ട്. ഇവിടെ നിന്ന് അച്ഛൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് കോളേജ് എല്ലാം ഇവിടെ തന്നെ. ഇവിടെ നിന്നാണ് കോളേജും എൻ്റെ +2 ഓ അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാ വീഴ്ചകളും സംഭവിച്ചത്. അതെ, താഴോട്ട് പോയെങ്കിലേ മേപ്പോട്ട് പോകാൻ പറ്റൂ. വേർത്ത് കുളിച്ച് അവശ നിലയിലായി അഖിലേട്ടൻ എന്നെ എങ്ങോട്ടാണോ ഇനി അടുത്തായിട്ട് കൊണ്ടുവന്നത്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ വന്നപ്പോ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എത്രാം ക്ലാസ് വരെയാ ഇവിടെ? ഇവിടെ 10ാം ക്ലാസ് വരെ. ഇവിടുത്തെ പഴയ സ്കൂൾ ലീഡറൊക്കെ ആയിട്ട് ആ സ്റ്റേജിലായിരുന്നു. ഇത് ഏതായിരുന്നു എൻ്റെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. എൻജിക്കാരനെയാണ്. അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി ഗേൾ ഫ്രണ്ട്സും. അല്ല ഇത് ഗേൾ ഫ്രണ്ട്സ് ഇവിടെ, ഇത് ബോയ്സ് സ്കൂളാണ്. ഇത് ഈ സ്കൂളാണ് ആക്ച്വലി ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതുപോലെ ജിറാഫും ചാടിക്കട കയറിക്കാൻ വേണ്ടി എങ്ങനെ ചാടും. ഇവിടെ പണ്ട് നമ്മുടെ ഈ പുള്ളിയുടെ മൂട്ടിലായിരുന്നു അമ്മൂമ്മ മറ്റേ നമ്മൾ ഇതുണ്ടല്ലോ കാരക്ക നെല്ലിക്ക ഇതൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ വിൽക്കത്തില്ലേ. അന്ന് നമ്മളല്ലോ 50 പൈസയ്ക്ക് 1 രൂപയ്ക്ക് 10 എണ്ണം കിട്ടും. ഞങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഓടി വന്ന് നിങ്ങൾക്ക് എന്താ വധിക്കാൻ കൊണ്ടിറങ്ങി വരാമല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി മാടി അങ്ങോട്ട് നിനക്ക് അല്ലെങ്കിൽ നീ വലിയ ചാട്ടക്കാരിയാണല്ലോ. അങ്ങനെ പറയരുത്. ഇവിടുന്ന് എത്ര ദൂരം കോട്ടയത്തെ വീട്? അത് വീട് ഒന്നല്ലല്ലോ, അത് പലയിടത്തല്ലേ, പല വീടുകളായിട്ട്. അപ്പൊ ഈ സ്കൂളിലേക്ക് വരുമ്പോ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഏകദേശം 2-2.5 കിലോമീറ്റർ നടക്കണം. എന്ന് വെച്ചാൽ 1 സൈഡ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ട്യൂട്ടോറിയലിലേക്ക് പോകുന്നത് അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ ഒരു 4 കിലോമീറ്റർ 1 സൈഡ് ഡെയിലി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാണ്ട് വേണം ഒരു 7 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. പക്ഷേ രസം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്ന് നമ്മുടെ പിള്ളേരെ ഉണ്ടല്ലോ' ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ പിള്ളേരെ വിളിക്കുന്നത്.
ഞാൻ ഈ 2ാം ക്ലാസ് 1ാം ക്ലാസ് തൊട്ട് ഇത്രയും കിലോമീറ്റർ നടന്നായിരുന്നേ വരുന്നത്. അപ്പം ഞാനും എൻ്റെ വീടിന്റെ താഴെ ബസ് കയറുന്നു. അല്ല ഞാനിങ്ങനെ ആലോചിക്കും അമ്മയുടെയൊക്കെ അന്നത്തെ ഒരു ധൈര്യം. നമുക്കിപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ധൈര്യമൊന്നുമില്ല. ഈ രക്ഷകർത്താക്കൾക്ക് അങ്ങനെ ഒരു ധൈര്യം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മന്ദബുദ്ധിയിലായിട്ട് മാറി. പക്ഷേ അപ്പോൾ നമ്മുടെയൊക്കെ ഒരു വലിയ കരുത്തെന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ അങ്ങ് വിട്ടു. നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ. ഈ പിള്ളേരെയൊക്കെ ഉണ്ടല്ലോ വളർത്തുമ്പം അവർക്ക് ഇൻഡിവിജ്വലി എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവരെ ആ രീതി വളർത്തണം. അല്ലാതെ ഇങ്ങനെ തള്ളക്കീഴിങ്ങനെ അതിനകത്ത് അടക്കി വെച്ചാലേ വളർത്തണം. നിന്റെ അമ്മച്ചിയൊക്കെ നിന്നെ വളർത്തുന്നത്. ഒരിക്കൽ പാരാത്രിക്ക് എന്നെ വിളിച്ച് പറയുന്നു മോള് കരയുന്നു. നീ ഒരു ഘട്ടമില്ല രാത്രി എന്താണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയും. ദുബായ് പോലീസ് നീ ചെലവാടിക്കടി. ദുബായ് പോലീസിൽ നേഴ്സായിട്ടിരിക്കുന്ന അവര് രാത്രി മോള് കരയുന്നുണ്ട്. കാടിയൻ കിടിയൻ കുന്തോ കാടിയൻ നല്ല അട്ടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ വളർത്തണം. അപ്പം മക്കൾക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് തന്നെ കൊച്ചിയിലൊക്കെ പോവാ. ഇവിടുന്ന് ഇപ്പൊ തന്നെ പോകും. ഞാൻ ഇന്ന് രാത്രി ചേച്ചിയുടെ കൂടെയാ. അഖിലേട്ടൻ എപ്പോ വരും? ഞങ്ങൾ ഇന്ന് ഒരുമിച്ചാ. നാളെ വരുമായിരിക്കും. ഞാൻ ചിലപ്പോ ഇന്ന് രാത്രി അല്ലെന്നുണ്ടെങ്കിൽ നാളെ. അപ്പൊ നമുക്ക് നാളെ ഹോം ടൂർ കാണാം. സന്ധ്യയ്ക്ക് വരേക്കും വണക്കം. Welcome back. This is Behind Woods Presents Akhil Mara's home tour supported by Neethu's Academy. So, കൊല്ലത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. നമ്മളെത്തി DD Misty Hillsൽ അഖിലേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. So, let's go. I think we are going to the 18th floor. 18th floorലാണ് അഖിൽ മാരാർ, രാജലക്ഷ്മി ചേച്ചി ആൻഡ് 2 പീക്കിരികൾ. തോന്നക്കൽ പഞ്ചായത്തെ ഓരോ അരിമണിയും അരിച്ച് പറക്കുന്നത് പോലെ ഞാൻ അഖിലേട്ടൻ്റെ വീട്ടിലേക്കും പോവാണ്. അവിടുത്തെ ഓരോ മുക്കും കോണിയും എല്ലാം അരിച്ച് പറക്കാൻ. സോ ഞാൻ പിന്നെ വന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിൽ ഇതല്ലേ ഇട്ടോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം മുന്നേ തോർത്ത് മാത്രം കൊടുത്ത് ഇവിടെ നിന്നപ്പോ ഞാൻ പറഞ്ഞ തോർത്തൊന്നും ഊരി പോവല്ലേ. ഹലോ അല്ല സർപ്രൈസ് ആണ് എന്നെ കാണുമ്പോ. ഒരാളെയും കൂടി കാണിക്കാം. ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അപ്പം എന്നോട് വെൽക്കം ഹോം പറഞ്ഞു. സ്വാഗതം സുസ്വാഗതം എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. 25th March 2024 ഈ വർഷം അങ്ങനെ പാലാച്ചിൽ കഴിഞ്ഞ് നമ്മളെല്ലാരും ഒരു ഭാഗമായിരുന്നു ഈ പാലാച്ചിലിന്റെ. സോ വെരി പ്രൗഡ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനും ചോദിക്കാനും എനിക്കുണ്ട്. ഒരു ചുമന്ന ട്രോഫി അവിടെ ഇരിക്കുന്നത് കാണുന്നു. ആദ്യമേ കയറിയിരുന്നൊക്കെ ചോദിക്കണ്ടേ? പ്രായമായേ അതുകൊണ്ടാ. ഇത് കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുറെ നാൾ എന്റെ സുഹൃത്തിന്റെ കയ്യിലായിരുന്നു. ആരുടെ കയ്യിലായിരുന്നു? ഹരിയുടെ പാട്ടിലായിരുന്നു. അത് അവരൊക്കെ കൂടി സമ്മാനിച്ചിട്ടു. അവരൊക്കെ കൂടി അല്ല, നിങ്ങളെ കണക്കുള്ള കുറെ പുതിയ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയല്ലോ. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുപേര് വിളിച്ചിട്ട് പറഞ്ഞ് അഖിലെ എത്രയും പെട്ടെന്ന് ആ ട്രോഫി എവിടെയെങ്കിലും എടുത്തുകൊണ്ട് കളഞ്ഞോ, അഖിലിന് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല. വേണ്ട വേണ്ട ഇനി അത് വേണ്ട. നമുക്ക് ആർക്കും ക്വാളിറ്റി ഇല്ലാത്തവരെ കേരളത്തിൽ കിടക്കുന്ന 20 ഊളകളെ കേക്ക് ഞാൻ ഈ കേരളത്തിലുള്ള ഏറ്റവും മുതു ഊളകളെ 20 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും വലിയ ഊളയെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയെ ബിഗ് ബോസ് ഇപ്പോഴത്തെ സീസൺ. എപ്പോഴത്തെ സീസൺ അല്ല, നമ്മളെ സീസൺ.
അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് കൊറേ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അഖിലേട്ടൻ വെറുതെ ആണോ അപ്പൊ പറയുന്നത് കുടിക്കാറില്ല? വെച്ചാ കുടിക്കണമെന്നുണ്ടോ? ഞാൻ കുടിക്കത്തില്ല. നിന്റെ അടുത്ത് കുടിക്കാത്തോണ്ടാ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കുടിക്കത്തില്ല. നിന്റെ അടുത്ത് അഖിലേട്ടനെ പറഞ്ഞ കുടിയില്ല വലിയില്ല ഒന്നുമില്ലെന്ന്. കുടിക്കാറുമുണ്ട്, വലിക്കാറുമുണ്ട്. ഇതൊന്നും അങ്ങനെ അനാവശ്യത്തിനില്ല, ആവശ്യത്തിന് മാത്രം. ഡെയിലി അതിന്റെ കൂടെ ഒരു ഗണപതി. ഞാൻ കഴിക്കാറൊന്നുമില്ല. ചുമ്മാ ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്ന വിളിച്ചിട്ട് അല്ല, മദ്യപിച്ചാൽ എന്റെ വയറിന്റെ പ്രശ്നമാണ്. അത് മദ്യപിക്കുന്നത് തെറ്റല്ല. ഒരു മനുഷ്യനായ രണ്ടെണ്ണം അടിക്കണം. അങ്ങനെയാണോ? നീ കഴിഞ്ഞിട്ട് പാലാജിനെ രാത്രി എല്ലാം അടിച്ചു വിറ്റായിരുന്നു ഇവിടെ. ഞാനോ? അല്ല ഞാൻ മറന്നോ നീ? ഓരോ പോയതല്ലേ പമ്മയെ വിളിക്കും പമ്മയെ. അടുത്തതായിട്ട് ഞാൻ കണ്ടു ആരക്കൊമ്പ്. ഇത് കാണിച്ചാൽ ശിക്ഷാർഹമാണെന്ന് അറിയത്തില്ല. അത് കാണിച്ചാൽ ശിക്ഷാർഹമൊന്നുമില്ല. ആനെ പോയി തട്ടി ആ കൊമ്പെടുത്തോണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ 1, 2, 3, 4 എത്ര വണ്ടി എടുത്തേ? 3. പിന്നെ ഫ്ലാറ്റ്. അപ്പൊ പിന്നെ ഒരു ആനയെ കൊന്നിട്ട് അതിന്റെ കൊമ്പും കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അല്ലേ? നോ കമന്റ്സ്. അല്ല ചേച്ചി കമ്പനി കണ്ടപ്പോ ഒരു ഭംഗി തോന്നി മേടിച്ചു, അത്രേ ഉള്ളൂ. റിയൽ ആനയുടെ ആണോ? റിയൽ ആനയുടെ റിയൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഈ ഒരു കോർണർ, ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ എന്നെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഗണപതിയെ. അപ്പൊ എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഈ ഒരു കോർണറാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ സ്ഥലം ഏതാ? എവിടെ നിൽക്കുന്നു അവിടാണ് ആൾക്കൂട്ടം. പോസിറ്റീവ്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടാണ് പോസിറ്റീവ്. ഞാൻ പോയി അവിടെ നിന്നാൽ അത് പോസിറ്റീവ്. ഞാൻ പോയി ഇപ്പുറത്ത് എന്റെ മക്കൾ എവിടെ നിൽക്കുന്നത്. ഫുൾ ടൈം അഖിലേട്ടനെ ഞാൻ ഇവിടെ കാണുമ്പോ തൊട്ട് ഈ ഒരു റൂമിനകത്ത് വെട്ടിയിട്ട ചക്കയെ പോലെ കിടക്കുന്നതാണ് ഞാൻ കാണാറുള്ളത്. ചക്ക അവർ വാഴ അവർ വട്ടവർ അല്ലേ ചേച്ചി? അവിടെ നിന്നിട്ട് കാണാറുണ്ടോ? ഇല്ല. ചേച്ചിക്ക് കിച്ചൺ കൂടുതൽ ഇഷ്ടമായ സ്ഥിതിക്ക് അഖിലേട്ടൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തുവാ തേങ്ങ പൊട്ടിച്ച നേരെ ഞാൻ നോക്കിയപ്പോ ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് നടുക്കൂടെ ഒരു വര വരച്ച് വെച്ചേക്കുന്നത്. കയ്യിലൊക്കെ എടുത്തിട്ട് സെൻട്രിൽ കൂടെ വര ഇതിലേക്കൂടെ മുറിക്കേണ്ടത്. അതിങ്ങനെ തേങ്ങ പിറ്റേ ഇങ്ങനെ അറുപ്പറുത്ത് വെച്ച് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യും. ഇപ്പൊ പിന്നെ സഹായിക്കേണ്ട കാര്യമില്ല. പാത്രം കഴുകാൻ വേണ്ടിട്ട് ഡിഷ് വാഷർ, തേങ്ങ തിരുമാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് റോബോട്ട്, ബാക്കി പണിയെടുക്കാൻ വേണ്ടിട്ട് മാലാര്, അലക്കല് പിടിക്കല് എടുത്തിട്ട് വൃത്തിയാക്കല്. ഇപ്പൊ ഇവക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പണിയില്ല. ഇവിടെ ഇപ്പം വലിയ കൊച്ചമ്മയാ. ഇതൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പൊ ചെയ്യുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ മാറ്റിയിട്ട് കൂടെ കഴിച്ചൊക്കെ തിന്നോ. അപ്പൊ നമുക്ക് വീടിന്റെ ഒരു ലേഔട്ട് എല്ലാം ഒന്ന് കാണാം. ഞങ്ങളെ കാണിച്ചതാ കണ്ടേക്കാം. ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഷോ ഇതെന്തോന്ന് ചോദിച്ചില്ലല്ലോ. ഇരിക്കാനുള്ള സാധനം അല്ല, വയ്യാതാകുമ്പോ കക്കൂസി ഇരുന്ന് കുളിക്കാനുള്ളതാ. ആദ്യം ടോയ്ലറ്റിനകത്ത് മണി ഇരുന്ന് കുളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. തേവി അതായിരുന്നു. നടുവേദന എടുക്കുമ്പോ ഞാൻ തന്നെ പതുക്കേത് ഉരുട്ടി അതിനകത്ത് കയറ്റും. പക്ഷെ ഇതിപ്പോ ഒരു ഭംഗി ഉണ്ടായിട്ട് ഞാൻ എടുത്തു. അതായത് സാധനം നീ ചോദിക്കാൻ ഞാൻ പറഞ്ഞ സെറാമിക്കിന്റെ തുറക്കങ്ങോട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇവിടെ കുറെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ ദിസ് ലുക്സ് നൈസ്. ഇവിടെ ഇപ്പൊ ശീശുവിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. എന്റെ പച്ചപ്പിൽ നിന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലെ പച്ചപ്പിലേക്ക് നോക്കൂ. അപ്പൊ ഇതേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. നല്ല ചൂടാ. അതെന്താ ഈ നടുക്ക് നിൽക്കുന്ന പിക്ചറിൽ ഫാമിലി ഫോട്ടോ വെക്കാതെ ഉൾട്ട അടിച്ചേ? നടുക്കുള്ള ഫോട്ടോയിലല്ലേ നിങ്ങൾ 4 പേരും വരണ്ടേ? ആ ഫോട്ടോയെ വെക്കണ്ടെന്ന് വെച്ചതാ. അതെ. കാരണം അതിനകത്തൊരു സൗന്ദര്യം ഇല്ല. ആർക്ക്? ലക്ഷ്മിക്ക്. ഇത്രയും ഭംഗിയായിട്ട് എന്റെ ഭാര്യ സൗന്ദര്യം ഇല്ലാത്ത ഫോട്ടോ ഞാൻ ഒരിടത്ത് വെക്കത്തില്ല. എന്നിട്ട് സൈഡിൽ
അതുകൊണ്ട് അത് ഞങ്ങൾ 4 പേര് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒന്നും ഇല്ലടി. ഞങ്ങൾ അങ്ങനെ ഇത് തന്നെ മൊബൈലിനകത്ത് അമ്പലത്തിൽ എവിടെ രൂപയും ക്യാഷ് എടുക്കുക. ഇത് രാവിലെ നമ്മളന്ന് വന്നപ്പോൾ ഇത് എത്ര BHK ആ? 3 BHK. ആദ്യക്ക് 3. ഒന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഒന്ന് അടിക്കുമ്പോ രണ്ടുപേരും 2 റൂമിൽ കിടക്കാൻ, ഒന്ന് പിള്ളേർക്ക്. അങ്ങനെയാണോ? എങ്ങനെയാ പ്ലാൻ? ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം. പ്ലാൻ വല്ലതും ഉണ്ടോ? അല്ല, എന്റെ അടുത്ത് ചേച്ചി എപ്പോഴും പറയും ഇവിടെ ഒന്ന് താമസിക്കാനൊക്കെ. ഈ മനുഷ്യന് ഇവിടെ നിൽക്കാറുണ്ടോ? ഞാനല്ലേ ചേച്ചിയുടെ കൂടെ കൂടുതൽ ഇപ്പൊ സമയം. ഈ ഫ്ലാറ്റൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എവളായിരുന്നു. ചെയ്യാറാ പാലാജിന് ഒരാഴ്ച മുന്നേ മൊത്തം അതൊന്നും ഇവിടെ പറയുന്നു. ലക്ഷ്മിയുടെ ഒരു അനിയത്തിയെ പോലെ ഒരു അടിമയായി അവളോട് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ സ്നേഹം ഉണ്ടോ ചോദിക്കേ? നിങ്ങൾ തമ്മിൽ അടുത്ത് ഞാനത്ര സ്നേഹം കാണിക്കുന്നു, എന്തെങ്കിലും ഇട്ട് കാണിക്കും. ഇവര് തമ്മിൽ പ്രേമമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. എന്റെ പെണ്ണുമ്പിള്ളെ വളച്ചോണ്ട് കൊല്ലാൻ പോരാ പരിപാടിയൊക്കെ. അതെന്റെ മിടുക്ക്. നമ്മളെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതായത് ഇത് ഈ പരുവത്തിലാക്കി തന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ഈ കൂട്ടത്തിൽ പരിചയപ്പെടുത്തണം കേട്ടോ. അതുകൊണ്ട് അതാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു 14-15 ദിവസം സമയമുണ്ട്. അതായത് നീ കണ്ടയാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയാണ് ഇത് മൊത്തം ഈ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത്. പുള്ളി ഒന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും പുള്ളിയുടെ. അപ്പൊ ഇതിനകത്ത് സെറീന ആക്ച്വലി സ്പെഷ്യലായിട്ട് എനിക്ക് പുള്ളിയെ പരിചയപ്പെടുത്താം. അജയരാജ് എന്നാണ് പേര്. ഇറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. അവരാണ് ആർക്കിടെക്ട്സ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഇതേതോടെ നന്ദി പറയാനുള്ള മറ്റൊന്നും കൊണ്ടല്ല, ഒരു 14 ദിവസം സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ? ടോട്ടൽ പ്ലാനിങ് ഉൾപ്പെടെ നമ്മളൊരു 20 ദിവസം എടുത്തത്. 5 ദിവസം ഡിസൈനിങ്ങിനും ബാക്കി 14 ഡേയ്സ് വർക്കിന് വേണ്ടി. അതായത് നിങ്ങൾ കണ്ട ഇതിങ്ങനെ കിടന്നതല്ല, ഇത് ആക്ച്വലി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ വാങ്ങിയത് തന്നെ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് വാങ്ങിയത്. ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് പിന്നെ ഇത് പൊളിക്കണം. സംഭവം പ്ലെയിൻ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണിയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ തന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് അല്ലാതൊരു വീഡിയോ ഇടാം. അതായത് അങ്ങനെ ഈ പൊളിക്കുന്നത് എടുക്കുന്നത് ഇങ്ങനെ 1 day 1 day 2 day 3 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നീ ഉൾപ്പെടെ പല ആൾക്കാരും വന്നുകൊണ്ട് ഫ്ലാറ്റിന്റെ അസോസിയേഷനെ പലരും വന്ന് പണി തീരുമെന്ന്. എനിക്ക് തലേ ദിവസം പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. നന്ദിയും കൂടെ പറയാനാണ്. വിശേഷങ്ങൾ ചോദിക്കും. പിന്നെ ഇതിനകത്ത് നമ്മള് എനിക്കിതിനകത്ത് സംഭവിച്ചൊരു കൊച്ചു സാമ്പത്തിക നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് അതുകൊണ്ടാണ് AC പഴയതിരിക്കുന്നത്. അത് പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ, അതെങ്കിലും അവിടെ ഇരിക്കട്ടെ. കണ്ണ് കട്ടാതെ സാധാരണ നമ്മളിങ്ങനെ ഓരോന്നിടത്ത് ഫ്രണ്ട് ഒരാൾ വന്ന് കയറുമ്പോൾ ഫസ്റ്റ് ഇല്ല കണ്ണടി എന്നൊക്കെ പറയുമല്ലോ, നേരെ തിരിച്ച് വന്ന് ഫസ്റ്റ് ഇല്ല പഴയ AC-ലോട്ട് നോട്ടം പോകും. അതെന്താ അഖിലേട്ടാ പഴയ AC വെച്ചേക്കുന്ന അവന്റെ മനസ്സിന്റെ കുശുമ്പ് അവിടെ തീരട്ടെ. അല്ല പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കണ്ടാലും ഉണ്ടല്ലോ, നന്നാവുന്നത് മനുഷ്യന് ഇഷ്ടമല്ലല്ലോ. എനിക്കിഷ്ടമാണ്. ആണോ? ഇയാള് മാത്രം ഒരു വെറൈറ്റി സെറീന, സീക്രട്ട് സെറീന. കംപ്ലീറ്റ് പ്ലാൻ. അതായത് ഇപ്പൊ ഈ കാണുന്ന രീതി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ഡിസൈൻ അതേപടി അഖിലേട്ടൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിലേക്ക് ഒന്നിലും ഇടപെട്ടില്ല. നിങ്ങൾ എന്താണ് ഫുൾ ഫ്രീഡം തന്നു. അല്ല, ആ ഫുൾ ഫ്രീഡം തന്നത് കൊണ്ടാണ്. അതല്ല സാധാരണ രസം എന്ന് വെച്ചാല് ഇവരൊരു പ്ലാൻ കൊണ്ടുവരും. നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചാൽ മതി, വീട്ടുകാരന്റെ മനസ്സിൽ ഒരു ബന്ധമില്ലാത്ത ഒരു പ്ലാൻ കാണും, ആർക്കിടെക്സിന് ഒരു പ്ലാൻ കാണും. ഇങ്ങനെ വെച്ചിട്ട് മിക്കടുത്തും അതാ ഫെയിൽ ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴും എന്നെ വീഡിയോ കോൾ ചെയ്ത് ഫോട്ടോ ഇട്ടെന്ന് ഇത് വാങ്ങട്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഈ ക്ലോക്ക് അയൽവിട്ടിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം. ഞാൻ പോയി പർച്ചേസ് അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല കാര്യങ്ങളിലും. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും പരാതി അതാണല്ലോ. ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാ? എന്നെ ഭയങ്കര വന്നപ്പോഴത്തേക്കിന് നോക്കിയപ്പോ ക്യാമറ രണ്ടെണ്ണം. സാധാരണ എല്ലാവരും വീട്ടില് വെളിയിലാണ് ക്യാമറ, വെളിയിലും അകത്തും ക്യാമറ. അല്ലല്ല, തമാശല്ല. ഞാന് എന്റെ കയ്യിലിരിപ്പിന് ഞാൻ ഫേസ്ബുക്കിൽ ഇരുന്ന് വെച്ച് കത്തിക്കുമല്ലോ. ശരിയാ. അല്ല ഇന്നലെ ഇതിപ്പോ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വണ്ടിക്കാർ സ്ക്രാച്ച് ചെയ്തിട്ട് പോകുക. അത് വെളി പോരെ ക്യാമറ, അകത്തെന്തിന് ക്യാമറ? അകത്തെന്തിന് ക്യാമറ? ഞാനല്ല ചോദിക്കുന്നത്, ചേച്ചി ചോദിക്കുന്നത്. ഞാൻ അടുക്കള എന്തെങ്കിലും പണി പറയും, എന്നെ വിളിക്കും, എടി ക്യാമറ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും.
ഞാനിനി എൻ്റെ നെറ്റിൽ ഒരു ക്യാമറ വെക്കുക, കാറിനകത്ത് ക്യാമറ വെക്കണം, കാറിൽ ക്യാമറ വെക്കണം, വണ്ടിക്കകത്ത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ചില ആൾക്കാർക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വാഹനങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഉപദ്രവിച്ചേക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അവർക്കൊരു സന്തോഷം, എനിക്കൊരു വേദന. വലിക്കണം, ഞാനും ഇരിച്ചിരിക്കും. എന്താ പെയിന്റ് അടിച്ചാൽ മറന്ന പ്രശ്നമല്ലേ. ഓപ്പൺ കിച്ചൺ ആയിരുന്നോ താല്പര്യം ആദ്യം തന്നെ? We are very open and non-closable. ഞാൻ കണ്ടതാ, ഇത് ഫുള്ള് ക്ലോസ് കിച്ചൺ ആയിരുന്നു. ഇതെല്ലാം പൊളിച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ ടോപ്പ് പോലെ അല്ലേ, ഇവിടെ വരുന്ന കഴിക്കുന്നത്. ഇവിടെ എനിക്ക് എളുപ്പമാ, ദോശ ഇടുന്നു ഇടുന്നു, ദോശ ചുടുന്നു. അപ്പൊ തിരിച്ച് ചെയ്യാറുണ്ടോ? അഖിലേട്ടൻ അവിടെ ഇരുന്ന് ദോശ ചുടുന്നു, ചൂട് ദോശ കഴിക്കും. ആര് ചുടുന്നു? എന്തെങ്കിലും കുക്ക് ചെയ്തോ ഈ പുതിയ വീട്ടിൽ കയറിയിട്ട്? ഇല്ല ഇല്ല, പുതിയ വീട്ടിലും ഇല്ല, പഴയ വീട്ടിലും ഇല്ല, ബിഗ് ബോസ് വീട്ടിൽ മാത്രം. ഇത് നോക്കുന്നേ, ഒരു മട്ടൻ കറി വെച്ചാന്നോ? പിന്നെ മട്ടൻ കറി അര കിലോ മട്ടൻ മേടിച്ചിട്ട് 1 ലിറ്റർ എണ്ണയിലാ കറി വെച്ചത്. ബിഗ് ബോസിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അടുക്കള കയറ്റാറില്ല. ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത എണ്ണ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ കടയിൽ പറഞ്ഞു വിട്ട് അണ്ണാ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും മേടിച്ചോട്ട് പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ വിളിക്കാം, സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഓയിൽ ഉണ്ടോ? ഞാൻ ഉപയോഗിക്കുമല്ലോ. മനുഷ്യരാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് തൊട്ട് മുമ്പേ ചോദിച്ചായിരുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണ. ലക്ഷ്മി ചേച്ചി ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാല്. 1.5 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് നിന്റെ കൂടെ ഒരുങ്ങുന്നത് കണ്ടപ്പോ തന്നെ എങ്ങനെയുണ്ട് ഞാൻ ഒരുക്കിയത്? സുന്ദരിയായിട്ടില്ലേ? ഓ, എന്തൊരു കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ചോദിക്ക്. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് മേല് വലിക്കും. എന്തിന്? മോന്തയിലൊക്കെ വാരിയിട്ടത് തോന്നുന്നില്ല കണ്ടിട്ട്. പിള്ളേരുടെ മുഖം കാണണം, അതിലേറെ മേക്കപ്പാ. അത് ഞാനല്ല ഒരുക്കി, അത് പിള്ളേര് തന്നെ തന്നെയാണ്. ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. അച്ചാർ ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ഇന്നലെ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാ എന്റെ മാങ്ങ അച്ചാർ. ഇവിടെ വന്നതല്ലേ, എന്തായാലും തന്നില്ലെന്ന് വേണ്ട. എങ്ങനെയുണ്ട്? ഓ, അഭിനയിക്കാൻ നിന്നെ കഴിഞ്ഞ സെറീന ആര്. അടിപൊളി ടേസ്റ്റ്, സത്യം. ഇതിപ്പോ അഖിലായിരുന്നെങ്കിൽ എന്റെ മീനച്ചാർ കൂട്ടി എത്ര പേര് ബിഗ് ബോസിൽ മീനച്ചാർ കൊണ്ടുവന്നിട്ട് ഒരാള് പൂഴ്ത്തി മോളി വെക്കണം. ആരാ? ഷീച്ചേട്ടൻ. വീടാതിരിക്കാൻ ഓർമ്മയുണ്ടോ? നമുക്ക് തരാതിരിക്കാൻ വേണ്ടിട്ട് ഷീച്ചേട്ടൻ മോളി കെട്ടി വെക്കും. ഞങ്ങൾ എന്നിട്ട് തപ്പുപോയി, ഇവിടെ എവിടെയും കാണില്ല. ഷീച്ചേട്ടന്റെ ഹൈറ്റിൽ മോളിക. അപ്പൊ എനിക്ക് എത്തുമല്ലോ, ഞാനിങ്ങനെ പെതിയെ എടുത്ത് ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് തിന്നു. വേഗം തീർന്നു. 2 ദിവസം ശോഭച്ചിയും കഴിച്ചു, എല്ലാരും കഴിച്ചു. ഫസ്റ്റ് ഏത് റൂം എന്നെ കാണിക്കാം? നമുക്ക് നമ്മുടെ തങ്കുപൊന്നിന്റെ റൂം. ഇത് പിള്ളേരുടെ റൂമാണ്. ഇതിൽ കുറച്ചുകൂടെ ഒക്കെ പണികൾ ബാക്കിയുണ്ട്. അതായത് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അവർക്ക് വേണ്ടിട്ടേ കുറച്ച് പിങ്ക് മയം. അതൊരു പിങ്ക്. ഇതൊക്കെ നമ്മുടെ പ്ലാനാണ്. ചേട്ടന്റെ ഒരു ഒരു ആർക്ക് പോലെ ഒരു വാൾപേപ്പർ ഉണ്ട്, അങ്ങോട്ട് നിന്ന് കാണിച്ചു തരും. അല്ല, ഇതെല്ലാം ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഈ ടോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ കിളിയും പേരക്കയും പൂവും ഇതെല്ലാം ചേട്ടന്മാരായി. ഇതൊന്നും ഞാൻ നമുക്ക് ഇത് ഞാൻ പറയില്ല. ഇതിപ്പോ നിങ്ങൾ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാനങ്ങനെ ഈ സ്പെഷ്യൽ ഒന്നും ഇല്ല. മറ്റേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങിയിരുന്നത് എനിക്ക് എന്തോന്നും സ്പെഷ്യല് എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങും. ഞാൻ പറഞ്ഞോ, അതിപ്പോ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യുന്ന സാധനമൊക്കെ തന്നെ വീടെന്ന് പറയുന്നത്. ഞാൻ മാത്രമാണ്. അങ്ങനൊന്നുമില്ല. മാസ്റ്റർ ഞാൻ ഇടുന്ന എവിടെ ഇരുന്നാലും അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു കണ്ണാടി, നൈസ് ഫുൾ ലെങ്ത് മിറർ അപ്പുറത്താ അല്ലേ? കിഡ്സ് ബെഡ്റൂമിലെ ഫുൾ ലെങ്ത്. ഫുൾ ലെങ്ത് മിറർ വെക്കണം. എനിക്ക് ടിവി കാണണം. ഓ, ഇവിടെ അപ്പോ കട്ടിലേന്ന് എണീക്കാറില്ല. ചായ കുടിക്കാൻ പോലും വരാറില്ല. ഞാൻ ചായ ഇവിടെ കൊണ്ടുവെക്കണം. നമുക്കറിയാം. എന്നിട്ട് കിടന്നു ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് കാണിച്ചു കൊടുക്കണ്ട. എങ്ങനെ ഇതാണ് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. തലാണ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട്
ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് ഈ ഒരു ചായ ഇങ്ങനെ കുടിക്കും. പൊസിഷൻ ഇതാണ് ഇവിടെ ഞാൻ ഇവിടെ ലക്ഷ്മി വെള്ളം എന്നിട്ട് ഒരു കൊള്ളി വെള്ളം എനിക്ക് തരത്തില്ല. എന്റെ മോനായി ചേച്ചി ടി വി കൂടെ വെച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ ചേച്ചി ഇടക്കിടക്ക് പരിപാടി ഇടക്കിടക്ക് എന്നെ ക്ഷയിക്കാൻ വരുന്നതാണ്. വേറൊരു പ്രോഗ്രാമിന് നമ്മൾ പോയപ്പം നമ്മളല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പം അവിടെ അഖിലേട്ടന് കിട്ടിയ ഒരു കടി കാണിച്ചാൽ ഇന്ന് ചേച്ചിയുടെ കരുതലാണ് ഒരു പാടുള്ളത്. ഞാൻ ആ മേക്കപ്പ് ഇട്ട് കൊടുത്തേ. പിന്നെ ഇത് ഒരു ഗസ്റ്റ് റൂമാ, ഇതിനകത്ത് ആൾക്കാരുണ്ടോ? ഇല്ല, കയറിക്കോ. ഇതൊരു ഗസ്റ്റ് റൂം. ഇത് നമ്മുടെ ഒരു അയ്യോ നമ്മുടെ അവിടുത്തെ ആ വെളിയിലത്തെ വ്യൂ കാണിച്ചില്ലല്ലേ? ആ ഇത് ഇവിടുന്ന് അത് അതിനകത്തല്ലേ അത് നമ്മുടെ അന്തരീക്ഷമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞാണ് ഇത് ഒരു പച്ചപ്പും പരിപാടിയൊക്കെ ഉണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി പ്രാർത്ഥന ആ ഒരു പേരിന് ഞാനത് ചോദിക്കാണ് റാൻഡംലി. എന്റെ ജീവിതം ഞാൻ പൊതുവെ ഞാൻ പറയാം എന്നെ പഠിപ്പിക്കുന്നത് മൊത്തം ഈ പ്രകൃതിയാണ്. എന്റെ അനുഭവങ്ങളും ചുറ്റുപാടുകളും പ്രകൃതി എന്ന് പേരിട്ടതിന്റെ പേരിൽ അവിടെ ആകെ വിഷയമാണ്. നിനക്കറിയാവോ ആങ്കൊച്ചാണെങ്കിൽ മനുഷ്യൻ എന്ന് പേരിടായിരുന്നു. മനുഷ്യൻ എങ്ങനെ വിളിക്കും? മനുഷ്യെന്ന് വിളിച്ചേ ബിഗ് ബോസ് മനുഷ്യ അല്ല നീ മനുഷ്യന്ന് വിളിച്ചേ മനുഷ്യ അത്രേ ഉള്ളൂ. മനു എന്ന് വിളിച്ചോട്ടെ. മനുന്ന് പേരിടണം. മനുഷ്യൻ ആണാന്നുണ്ടെങ്കിൽ ഇടി ഞാൻ ഈ പൊന്നുല്ലേ പൊന്നൂന് ഞാൻ പുഴാന്ന് പേരിടായിരുന്നു. മണ്ണടിയായിരുന്നു. ഫേസ്ബുക്കിലും പേരിട്ടു എന്റെ ഇളയ മകന്റെ പേര് പുഴ. അല്ല ഫേസ്ബുക്കിൽ എനിക്ക് ആദ്യം അഗ്നി എന്നായിട്ടത്. പിന്നെ അഗ്നി കത്തി തീരും എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പം ആളി കത്തിക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ശുദ്ധീകരിക്കുമെന്ന് അർത്ഥമുണ്ടെങ്കിലും ഞാൻ പിന്നീട് പുഴ എന്ന് കിട്ടാൻ ഞാൻ പഴയ അവള് പറഞ്ഞ പ്രാർത്ഥന എന്നാ പിന്നെ വലിയ കുഴപ്പമില്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രകൃതിന്നും പ്രാർത്ഥന ഒരു പ്രാർത്ഥന പ്രാപ്രാസം വേണ്ടേ? മൂന്നാമത് എന്തായാലും ഉണ്ടാവും. പ്രകൃതി പ്രാർത്ഥന പ്രാന്തൻ 5 വേണോന്നാ ചേച്ചി പറഞ്ഞത്. 5 പിള്ളേര്. 5 അല്ല, മൂന്നാമത് എന്തായാലും കാണും. പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീൻ ആണല്ലോ ഞാൻ. ഓക്കെ സോ നമ്മളെ എന്നെ വന്ന് ഇരുത്തിയില്ല ഈ സോഫയിലൊന്നും. എന്താ എന്നോട് ഇരിക്കാൻ പറയുന്നത്? ഓൾമോസ്റ്റ് മാച്ചിങ് ആ ഞാനും സോഫയിൽ. ഇന്നലെ ഞങ്ങള് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അഖിലേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വണ്ടി തന്നില്ല ഇനി കൂപ്പർ ഓടിക്കാൻ ചോദിക്കാൻ. എന്താ എനിക്ക് വണ്ടി ഇന്നലെ തരാമെന്ന് ചോദിച്ചു. വണ്ടി ഓടിക്കാൻ കൊടുക്കണോന്ന്? എന്താ ഭാര്യ ഓടിക്കുന്ന വണ്ടി? കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.